മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള മനോഹര യാത്രയല്ല ഇത്. ഉപ്പിലിട്ട് കേടാകാതെ സൂക്ഷിച്ച സാധനങ്ങളുമായി ഞങ്ങളീ പോകുന്നത് ശിലായുഗത്തിലെ തിരുശേഷിപ്പുകളെ ഉപ്പിലിട്ടതുപോലെ കേടാകാതെ സൂക്ഷിച്ചിരിക്കുന്ന പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു ചരിത്ര സ്മാരകത്തിലേക്കാണ്, വയനാട്ടിലെ ഇടയ്ക്കൽ ഗുഹകളിലേക്ക്. പ്രകൃതിയും അല്പം സാഹസികതയും ആസ്വദിക്കുന്നവരുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് വയനാട്. വയനാടിൻ്റെ പ്രകൃതിദത്തമായ കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായി ഇനിയും ബാക്കിയുള്ളത് എടയ്ക്കൽ ഗുഹകളാണ്. സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള അമ്പലവയലിലെ അമ്പുകുത്തി മലയിലെ പ്രകൃതിജന്യമായ 2 ഗുഹകളാണ് എടയ്ക്കൽ ഗുഹകൾ. വയനാടൻ വനവിഭവങ്ങളുമായി കച്ചവടക്കാർ പാതയ്ക്കിരുവശവും സന്ദർശകരെ കാത്തിരിക്കുകയാണ്. സീ ലെവലിൽ നിന്നും ഏതാണ്ട് 4000 അടി ഉയരത്തിലാണത്രേ ഈ ഗുഹകൾ. 1901 ഫ്രെഡ് ഫോസറ്റ് എന്ന ബ്രിട്ടീഷുകാരനാണ് നായാട്ടിനിടയിൽ ഈ ഗുഹകളെ കണ്ടെത്തിയത്. കാപ്പിക്കുരുവൊക്കെ ഇവിടെ തന്നെ പൊടിച്ചു കൊടുക്കുന്നുണ്ട്. സന്ദർശകർ വളരെ പ്രതീക്ഷയോടുകൂടി അതൊക്കെ വാങ്ങുന്നുമുണ്ട്. വാഹനം പാർക്ക് ചെയ്ത് ഏതാണ്ട് 200 മീറ്ററിലധികം കുത്തനെ മല കയറിയാൽ മാത്രമേ നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. പ്ലാസ്റ്റിക് കുപ്പികൾക്ക് കൗണ്ടറിൽ നിയന്ത്രണമുണ്ട്. 50 രൂപ മുതിർന്നവർക്കും 30 രൂപ കുട്ടികൾക്കുമാണ് ടിക്കറ്റ് ചാർജ്. വയനാടിൻ്റെ സുഖകരമായ തണുപ്പ് ഈ കയറ്റത്തെ ആസ്വാദ്യകരമാക്കി തീർക്കുകയാണ്. കുട്ടികൾ ഈ കയറ്റമൊക്കെ കുരങ്ങന്മാരോടൊപ്പം ഓടിച്ചാടി കയറുന്നുണ്ടെങ്കിലും പ്രായമായവരും മറ്റുള്ളവരും അല്പം കഷ്ടപ്പെടുന്നത് കാണാമായിരുന്നു. പുറത്തെ ചൂടിനിടയിലും ഗുഹകൾക്കുള്ളിലേക്ക് കയറുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. സ്വദേശികളും വിദേശികളുമായി ധാരാളം ടൂറിസ്റ്റുകൾ എല്ലാ ദിവസവും ഇടയ്ക്കലിൻ്റെ ചരിത്രം തേടി ഇറങ്ങുന്നുണ്ട്. ഈ ഗുഹകൾക്ക് ഈ പേര് വരാനുണ്ടായ കാരണത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു കഥ അവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞ് ഞാൻ കേട്ടു. വലിയ ഒരു പാറയിൽ രൂപപ്പെട്ട വിള്ളലിലേക്ക് മുകളിൽ നിന്നും വീണ് ഉറച്ചുപോയ മറ്റൊരു കൂറ്റൻ പാറയാണ് ഈ ഗുഹകളെ സൃഷ്ടിച്ചത്. ഇത് ഇവിടുത്തെ മലയുടെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഒരു ഭാഗത്ത് കർണാടകയും മറ്റൊരു ഭാഗത്ത് തമിഴ്നാടും കാണാം. വിള്ളലുകൾക്കിടയിലേക്ക് വലിയ കല്ല് വീണ് ഗുഹയുണ്ടായതുകൊണ്ടാണത്രേ ഇടക്കൽ അല്ലെങ്കിൽ എടയ്ക്കൽ എന്നൊക്കെ ഈ ഗുഹകൾക്ക് പേര് വന്നത്. നിശബ്ദത പാലിക്കണം എന്നെഴുതി വെച്ച ബോർഡിനെ തികച്ചും അവഗണിച്ചുകൊണ്ട് എല്ലാ സന്ദർശകരും ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. ഈ ഗുഹകളുടെ ചുമരിൽ കാണുന്ന ചിത്രങ്ങളും ലിഖിതങ്ങളുമെല്ലാം കേരളത്തിലെ ചെറുശിലായുഗ സംസ്കാരത്തിൻ്റെ സൂചനകൾ നൽകുന്നവയാണ്.
ശിലായുഗ സംസ്കാരത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു തരാൻ ഗൈഡുമാരുടെ സേവനം ഇവിടെയുണ്ട്. സന്ദർശകർക്ക് വളരെ വിശദീകരിച്ച് തന്നെ അവർ അത് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. തൊണ്ണൂറ്റിയെട്ട് നീളവും 22 അടി വീതിയുമുള്ള വിള്ളലിലാണ് ഗുഹ രൂപപ്പെടുന്നത്. ഗുഹയുടെ ഉയരം ഏകദേശം 30 അടിയിലധികമുണ്ടത്രേ. വയനാട്ടിലെ ധാരാളം കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇടയ്ക്കൽ കേവ്സ് തന്നെയാണ്. പ്രകൃതിയും ചരിത്രവും ഭൂതകാലവുമൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇടയ്ക്കൽ ഗുഹകൾ. നമ്മുടെ ഭൂതകാല സംസ്കൃതിയിലേക്കുള്ള ഊളിയിടലാണ് ഇടയ്ക്കൽ ഗുഹാ സന്ദർശനം. കുരങ്ങന്മാർക്കും മറ്റ് ജീവികൾക്കുമൊന്നും നമ്മൾ ഭക്ഷണം കൊടുക്കരുത് എന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യർ കാഴ്ചയുടെ കൗതുകത്തിന് ഇത് പലതും ചെയ്യുന്നുണ്ട്. ഇത് പലപ്പോഴും മൃഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും അവരുടെ സ്വാഭാവിക ആഹാര രീതികളെ തകിടം മറിക്കുന്നതുമാണ്. മിക്കവാറും എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും എഴുതി കാണുന്ന ഒരു ബോർഡാണ് ചോക്ലേറ്റ് ഫാക്ടറികൾ. പക്ഷേ സാധാരണ കാണുന്ന ചോക്ലേറ്റ് ഫാക്ടറികളിൽ നിന്നോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഷോപ്പുകളിൽ നിന്നോ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം എനിക്കിവിടെ കിട്ടി. ഗുഹാ സന്ദർശനം പോലെ തന്നെ ആസ്വാദ്യകരമായിരുന്നു ഈ ചോക്ലേറ്റ് തീറ്റയും. ഇത് വെറുതെ പറയുന്നല്ല, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. കാരണം നമ്മളെല്ലാ ടൂറിസ്റ്റ് പ്ലേസസിലും പോകുമ്പോഴും എപ്പോഴും കാണാം ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ ബോർഡ് കണ്ടപ്പോൾ കയറൊന്നും വേണ്ടാന്ന് വിചാരിച്ചതാണ്. പക്ഷെ മോള് നിർബന്ധം പിടിച്ചിട്ട് കയറിയതാണ്. പക്ഷെ ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഈ ഇടയ്ക്കൽ കേവ്സിൽ വരുമ്പോൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. പാർക്കിംഗ് 5-ന്റെ ഓപ്പോസിറ്റാണ് ഈ കട. ഈ ലൈവ് ചോക്ലേറ്റ് ഫാക്ടറിന്റെ ഓണർ ഇവിടെ ഉണ്ട്. ഹലോ, ബിയാങ്ക അല്ലേ പേര്? ഞാൻ ആദ്യം ചോദിച്ചു, ബിയാങ്ക. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? നമ്മളൊരു 1 year കഴിഞ്ഞു. 1 year കഴിഞ്ഞു. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? നന്നായി പോകുന്നു, സീസൺ അനുസരിച്ച്. അതായത് നമ്മൾ മറ്റ് ടൂറിസ്റ്റ് പ്ലേസസിൽ എപ്പോഴും പോകുമ്പോൾ ഇങ്ങനത്തെ ബോർഡ് കാണാറുണ്ട്. നമ്മൾ അധികവും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അത് അത്ര വലിയ ടേസ്റ്റി ആയിട്ടൊന്നും നമുക്ക് തോന്നാറില്ല. അതുകൊണ്ട് കയറണ്ടെന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നത്. പിള്ളേര് വാശി പിടിച്ച് കയറിയതാ. തിന്നു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ ഈ ടേസ്റ്റിന്റെ പിന്നില്? നമ്മുടെ ഫുൾ പ്രൊഡക്ഷൻ വരുന്നത് നമ്മുടെ സ്വന്തം പ്രൊഡക്ഷനാണ്. കൊക്കോ പ്ലാന്റേഷൻ തുടങ്ങിയിട്ട് ഫൈനൽ ചോക്ലേറ്റ് വരെ നമ്മൾ സ്വന്തം ചെയ്യും. നമുക്കൊരു ഔട്ട്സൈഡർ ഇല്ല. നമ്മൾ ഫുൾ പ്രോസസ് നമ്മുടെ സ്വന്തം. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ പറയുന്നത്. വേറെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. മെയിൻ ചോക്ലേറ്റ് ഇതാകാൻ യൂസ് ചെയ്യുന്ന ഹൈഡ്രോജൻ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നു. ഇത് ആക്ച്വലി പാരന്റ്സിന്റെ ബിസിനസ് ആണ്. അപ്പോൾ ബിയാങ്ക ഒറ്റയ്ക്കല്ല ഇപ്പൊ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഭൂതകാലത്തിൽ നിന്നും വർത്തമാനത്തിലേക്കുള്ള ഓട്ടത്തിലാണ് ഞാനും കുടുംബവും. ഓക്കെ, ബൈ.